ഇപ്പല്ലേ കറക്റ്റായിട്ട് കാരി കേട്ടാ നമ്മളെല്ലാം വളരെ പേടിയോടും ഭീതിയോടും കൂടിയാണ് ഈ ദൃശ്യങ്ങൾ കണ്ടത്. അതായത് വീടിനുള്ളിൽ ഒരു കുട്ടി കളിക്കുന്ന കളിപ്പാട്ടം, അതിന് അടിയിൽ ഈ രാജവെമ്പാല പോലെ വലിയ പാമ്പിനെ കണ്ടത് ചെറുവാഞ്ചേരിയിലെ ശ്രീജിത്ത് എന്ന വ്യക്തിയുടെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ വെച്ചാണ് പാമ്പിനെ കണ്ടത്. ഇതാണ് ആ ടോയ് വാഹനം. ആളെ വിളിച്ചു വരുത്തി പാമ്പ് റെസ്ക്യൂവർ ഇവിടെ എത്തിയതിന് ശേഷം ഈ പാമ്പിനെ പിടികൂടുകയാണ് ഉണ്ടായത്. അമ്മയാണോ അത് കണ്ടത്? ഞാനാ കണ്ടത്. ഈ വണ്ടീൻ്റെ അടിയിൽ അതിങ്ങനെ കിടന്നതായിരുന്നു. ശബ്ദം ഉണ്ടാക്കി ഇങ്ങനെ തല ഉയർത്തി കണ്ടേരം ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. പിന്നെ ഒരു ധൈര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ഇവിടെ നിന്ന് ഇവരോട് വാതിലടക്കാൻ പറഞ്ഞ് വാതിലടച്ച് ഇവർ അകത്തുനിന്ന് സേഫാക്കി ഇവരവിടെ നിന്ന് അകത്തേക്ക് ഇത് പോകുന്നതിന് ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇത് എങ്ങോട്ടേക്കും പോകുന്നതിന് നോക്കി നിന്ന്. പിന്നെ അവരെ ആൾക്കാരെ വിളിച്ചു വരുത്തി. അവരെല്ലാം വന്നതിന് ശേഷം വന്ന് എല്ലാം കൂടി സമയം 12 മണിയെല്ലാം ആയിട്ടുണ്ടാവും എല്ലാം കൂടി ഇവർ ചെയ്ത് പോകുമ്പോൾ. അപ്പോൾ പാമ്പിനെ കണ്ടത് എത്ര മണിക്കാ? 9-9:30 കഴിഞ്ഞിട്ടുണ്ടാവും. അത്ര നേരം പാമ്പ് ഇവിടെ ഉണ്ടായിരുന്നു? അത്രയും സമയം ഇത് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇരുത്തിയിൽ ഇതിനെ നോക്കി ഇരുത്തിമ തന്നെ ഇരുന്ന് ഇത് എങ്ങോട്ടും പോകുന്ന മനസ്സിലാവില്ലല്ലോ എങ്ങോട്ടാ പോയി ഇത് എടിയല്ലെന്നല്ലേ. അപ്പോൾ അതിനെ നോക്കി ഇരുത്തിമ തന്നെ ഞാൻ അവിടെ ഇരുന്നു. ഇതിന്റെ അടിയിൽ തന്നെ അതിന്റെ അടിയിൽ തന്നെ എങ്ങോട്ടും പോകാണ്ട് അതും അവിടെ തന്നെ ഇരുന്നുണ്ടായിരുന്നു. പേടിച്ച് അന്നേരം പേടിച്ചു പോയി. പെട്ടെന്ന് ഞെട്ടി ഇത് ചീറ്റി ശബ്ദം ഉണ്ടാക്കി. അപ്പോൾ ഇവളോട് പറഞ്ഞു നീ എന്തായാലും വാതിലടക്ക്, അകത്തേക്ക് ഇത് പ്രവേശിച്ചിട്ടുണ്ടെങ്കിലോ എന്ന് പറഞ്ഞ് 2-3 മണിക്കൂറോളം പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. രാജവെമ്പാലയാണെന്ന് മനസ്സിലായിരുന്നോ? ഇല്ല, പെട്ടെന്ന് വേറെ ആൾ വന്ന് നോക്കിയതിന് ശേഷം ഇത് രാജവെമ്പാലയാണെന്ന് പറഞ്ഞ് ആൾക്കാർ വന്ന് നോക്കിയരം പറഞ്ഞ് ഇത് രാജവെമ്പാലയാണെന്ന്. കൊല്ലാനൊന്നും അങ്ങനെയൊന്നും ചെയ്യേണ്ട, അടുക്കട്ടെ നമുക്ക് ആൾക്കാരെ വിളിച്ചിട്ട് എന്തെങ്കിലും അറിയിക്കാന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ പാമ്പ് വരാറുണ്ടോ? ഇല്ല, അങ്ങനെ പാമ്പ് ശല്യം ഇതുവരെ അങ്ങനെ പാമ്പ് ശല്യമൊന്നും കണ്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. ഇതിങ്ങനെ ചീറ്റിയ ശബ്ദം ഉണ്ടാക്കിന് കണ്ട് തല ഉയർത്തിയിട്ട് കണ്ടിനി. പക്ഷെങ്കിൽ എന്നാലും അന്നേരം അത്ര തോന്നില്ല. ഇവരിങ്ങ് പുറത്തേക്ക് ഇറക്കുമ്പോൾ ഇതിന്റെ വണ്ണതും ഇതിന്റെ രൂപമെല്ലാം കാണുമ്പോ കണ്ടേരിയാന്ന്. പിന്നെ കണ്ണവ ഫോറസ്റ്റിന് അടുത്തല്ലേ വീട്? കണ്ണവ ഫോറസ്റ്റിന് അടുത്താ. പോർഷ് ഇത് തന്നെ പോർഷാണ്. ആയിരിക്കാം. എങ്ങനെ വന്നതാന്നറിയില്ല. പറമ്പിലുണ്ടോ ഇവിടുന്ന് എങ്ങനെയാ എത്തിയതൊന്നും അറിയില്ല. ഉറങ്ങി അന്നേരം ഓനെ ഉറങ്ങുന്നതിന് ഓൻ കണ്ടിട്ടേ ഇല്ല. കുഞ്ഞുറങ്ങുന്ന സമയത്താണ് പാമ്പ് ഇവിടെ വന്നത്. രാത്രി സമയമാണ്. രാജവെമ്പാലയാണ്. വലിയ പാമ്പായിരുന്നു. പക്ഷെ അതിനെ പിടികൂടി പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.